അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനായി മാറാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയേണ്ട അദ്ദേഹം തന്നെയാണ്. ഫ്ലാറ്റുകളിൽ അനധികൃതമായി വോട്ടർമാരെ ചേർത്തതും സ്വന്തം സഹോദരൻ തന്നെ അദ്ദേഹത്തിന് ഇരട്ട വോട്ടുള്ളതും ഒരു ക്രിമിനൽ കുറ്റമായ 2 ഐഡൻറ്റിറ്റി കാർഡുകൾ സൂക്ഷിച്ചതും ഇതിനൊന്നും മറുപടി പറയേണ്ട ഇലക്ഷൻ കമ്മീഷനല്ല, ശ്രീ സുരേഷ് ഗോപി തന്നെയാണ്. അത് പറയുമ്പോൾ പറയുന്നവരെയൊക്കെ വാണ്ടന്മാരാക്കി പറയുന്ന ഒരു സംസ്കാരം അത് കേരളത്തിന് യോജിച്ചതല്ല, കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിന് യോജിച്ചതല്ല. ഏതായാലും ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകാം. എന്ത് തന്നെ സുരേഷ് ഗോപി പറഞ്ഞാലും അദ്ദേഹം ഇത് കുറ്റക്കാരനായി നിൽക്കുക. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ടല്ല അദ്ദേഹത്തിനെ കാണുന്നത്. വ്യാജ വോട്ടർമാരെ വെച്ച് ജയിച്ച ഒരു ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തിനെ കേരള സമൂഹം ഇന്ന് നോക്കി കാണുന്നത്.